ഇനി അടുത്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആട്ടോ. ഞാൻ ഇതുവരെയും പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ. ഒന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരുന്നു. അതിന് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസാണ് ODTP. ആ ക്രെഡിറ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ള ഒരു 3 സൊസൈറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. PCRDB, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്, അതുപോലെ ഹൗസിംഗ് സൊസൈറ്റീസ്. അതിൻ്റെ കാര്യം നോക്കുമ്പോൾ ലോണ് കൊടുത്തതും ഇഷ്യൂ ചെയ്ത ലോണും റിക്കവറി ആയിട്ടുള്ള ലോണും തമ്മിൽ കൂട്ടി അതിൻ്റെ പുറത്താണ് ODTP കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെയൊക്കെ രണ്ടിൻ്റെയും നേരത്തെ പറഞ്ഞതിൻ്റെ ഇതിൻ്റെയും മാക്സിമം ODTP എന്ന് പറയുന്നത് 10 കോടി വരെയാണെങ്കിൽ 50,000, 10 കോടിൻ്റെ മുകളിൽ വരുന്നതുണ്ടെങ്കിൽ 1,00,000 എന്നുള്ള ആ ഒരു തലത്തിൽ തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് കോമ്പോസിറ്റ് സൊസൈറ്റീസ് ആയിരുന്നു. കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും ഒരുമിച്ച് ചെയ്യുന്ന സൊസൈറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ സെയിൽ ഏതാണോ കൂടുതൽ വരുന്നത് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ODTP കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മാക്സിമത്തിൻ്റെ കണക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ 10 കോടി വരെ 50,000, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 1,00,000. പിന്നെ നാലാമത് പറഞ്ഞിട്ടുള്ളത് ട്രേഡിംഗ് ആണ്. ട്രേഡിങ്ങിൽ 2 സൊസൈറ്റീസിനെ മാറ്റപ്പെട്ടിട്ടുണ്ട്, കൊയറും കൺസ്യൂമറും. അതല്ലാത്ത എല്ലാ ട്രേഡിങ്ങും ODTP കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസിൻ്റെ പുറത്താണ്. അപ്പോൾ ഇതിനും മാക്സിമത്തിൻ്റെ കണക്ക് വരുന്നുണ്ട്. 10 കോടി വരെയുള്ള കണക്കാണെങ്കിൽ 50,000 മാക്സിമം ODTP കൊടുത്താൽ മതി. 10 കോടിൻ്റെ മുകളിലാണെങ്കിൽ 1,00,000. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മാറ്റപ്പെട്ട ഒന്നാമത്തെ കൊയർ, അതാണ് 5ാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. കൊയറാകുന്ന സമയത്ത് എന്തുകൊണ്ട് മാറ്റപ്പെട്ടു എന്ന് ചോദിച്ചാൽ, കൊയർ സൊസൈറ്റീസ് സ്വന്തം പ്രൊഡക്റ്റുകളോടൊപ്പം തന്നെ മറ്റ് കൊയർ സൊസൈറ്റീസിൻ്റെ പ്രൊഡക്റ്റും വിൽക്കും. അതിൻ്റെ സെയിൽസ് കൂട്ടാൻ പറ്റില്ല, അതിൻ്റെ കമ്മീഷനെ കൂട്ടാൻ പറ്റുള്ളൂ. സ്വന്തം സെയിലിൻ്റെ മാത്രമാണ് സെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ. മറ്റ് സൊസൈറ്റീസിൻ്റെ സെയിൽ എടുക്കുന്ന സമയത്ത് അത് നമുക്കുള്ളതല്ല, നമുക്കതിൽ നിന്ന് കമ്മീഷൻ മാത്രമേ വരവുള്ളൂ. ആ കമ്മീഷനാണ് അവിടെ കൂട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വന്തം സെയിലും മറ്റുള്ള സൊസൈറ്റീസിൻ്റെ സെയിൽ നടത്തുമ്പോഴുള്ള കമ്മീഷനും കൂട്ടിയിട്ട് അതിൻ്റെ പുറത്താണ് ODTP കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെയും ODTP കൊടുക്കുന്നതിൻ്റെ ലിമിറ്റിൻ്റെ കണക്ക് പറയുന്നുണ്ട്. എല്ലാ പ്രൈമറി കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അഥവാ ആൾ പ്രൈമറി കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ, പ്രൈമറി ആണെങ്കിൽ ഒരു ഫീസും കൊടുക്കേണ്ടതില്ല. എന്നാൽ അപ്പെക്സ് സൊസൈറ്റി കൊയർ ഫെഡ് ആണെങ്കിലും 50% മാത്രം ODTP കൊടുത്താൽ മതിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് രണ്ടാമത് മാറ്റപ്പെട്ടുള്ളത്. അതാണ് 6ാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. അത് 3 തരമായിട്ട് തരംതിരിക്കുക. കാരണം സ്റ്റേറ്റ് ലെവല്, പ്രൈമറി ലെവല്, സെൻട്രൽ ലെവലുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ലെവൽ എടുക്കുന്ന സമയത്ത് സെയിൽ അതിൻ്റെ പുറത്താണ് ODTP കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ മാക്സിമം ODTP കൊടുക്കേണ്ടത് എത്രയേ ഉള്ളൂ? 10,000 രൂപയേ ഉള്ളൂ, എത്ര തന്നെ ആയാലും. പിന്നെ ഉള്ളത് സെൻട്രൽ ലെവലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, അഥവാ ഹോൾസെയിൽ കൺസ്യൂമർ സ്റ്റോറുകൾ. അതിൻ്റെയും അപ്പെക്സിൻ്റെയും എങ്ങനെയാണ് വരുന്നത്? ഏതാണോ സെയിലാണോ വർക്കിംഗ് ക്യാപിറ്റലാണോ കൂടുതൽ വരുന്നത് അതിൻ്റെ പുറത്താണ് എടുക്കേണ്ടത്. ഇതിൻ്റെയും മാക്സിമം ODTPയുടെ കാര്യം പറയുന്നുണ്ട്. പ്രൈമറി ആണെങ്കിൽ 10,000 മാക്സിമം കൊടുത്താൽ മതി. ഇനി അതല്ലാതെ പ്രൈമറി അല്ലാത്തതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10 കോടി വരെ 50,000, 10 കോടിക്ക് മുകളിലുള്ളതിന് 1,00,000 എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ മാക്സിമം 10,000 മതി എന്നുള്ളത് ഓർത്തു വെക്കണം കേട്ടോ. ഇപ്പോൾ 7ാമതായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ വരവുകൾ എന്തൊക്കെയാണ്? KSRTC അങ്ങനത്തെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, യാത്ര, അതിൻ്റെ വരുമാനം എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും ടിക്കറ്റ് അല്ലേ? പിന്നുള്ളത് സ്ക്രാപ്പ് സെയിൽ. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു വരവ് എന്ന് പറയുന്നത്. ഈ രണ്ടും കൂട്ടി കിട്ടുന്നതിൻ്റെ പുറത്താണ് ODTP കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായോ? ODTP ബേസ്ഡ് ഓൺ ഹയർ ചാർജ് പ്ലസ് സ്ക്രാപ്പ് സെയിൽ, നോട്ട് സെയിൽ കേട്ടോ, സെയിലല്ല. സ്ക്രാപ്പ് സെയിലും ഹയർ ചാർജ് ടിക്കറ്റുകളും കൂട്ടിക്കിട്ടുന്ന എമൗണ്ടാണ്. അതിൻ്റെ പുറത്താണ് ODTP കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകും. ഒരു ഉദാഹരണം പറയാം. ടിക്കറ്റ് ചാർജുകളായിട്ട് വന്നിട്ടുള്ളത് 6,00,000, സ്ക്രാപ്പ് സെയിലായിട്ട് വന്നിട്ടുള്ളത് 50,000. അപ്പോൾ 6,50,000 ടോട്ടൽ, രണ്ടും പാടെ കൂട്ടിച്ചോ. ഈ 6,50,000 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 6,80,000 എത്ര 100 വരുന്നുണ്ട്? അതാണ് നമ്മളോട് ചെയ്തിട്ടുള്ള ഹരിക്കണം 100 സമം 6,500. 6,500 ഇൻറ്റു 50 പൈസ, അതിൻ്റെ പകുതി എത്രയാണ്? 3,250 രൂപ. ഇതാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കുക നിങ്ങൾ, മാക്സിമത്തിൻ്റെ കണക്ക് ഇവിടെ പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ 25,000 മാക്സിമം കൊടുത്താൽ മതി. മനസ്സിലായോ? 1,00,000 ആണെങ്കിലും 2,00,000 ആണെങ്കിലും 3,00,000 ആണെങ്കിലും 4,00,000 ആണെങ്കിലും എത്ര വന്നു കഴിഞ്ഞാലും മാക്സിമം എത്ര കൊടുത്താൽ മതി? ട്രാൻസ്പോർട്ടിൽ 25,000. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 3,250 ആണ്. അപ്പോൾ അതന്നെയാണ് അവിടെ കൊടുക്കേണ്ടത്. അത് 25,000-ൻ്റെ താഴെയല്ലേ, അപ്പോൾ 3,250 തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്.
ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഫാമിംഗ് സൊസൈറ്റി ആട്ടോ. ഫാമിംഗ് സൊസൈറ്റിയെ മുമ്പ് ഒട്ടുഫിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫാമിംഗ് സൊസൈറ്റിയിൽ ഒരു വിഭാഗത്തിന് വോട്ട് ഫീ കൊടുക്കണ്ട, ഒരു വിഭാഗത്തിന് വോട്ട് ഫീ കൊടുക്കണം. അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് കൊടുക്കേണ്ടതാട്ടോ. എ ഫാമിംഗ് സൊസൈറ്റി ദാറ്റ് അക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ് ആൻഡ് ഗീവ്സ് ലോൺ. ഡെപ്പോസിറ്റുകൾ വാങ്ങുന്നു, ലോണുകൾ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റി ആണോ വോട്ട് ഫീ കൊടുക്കണം. എന്തിൻ്റെ ബേസ് ചെയ്തിട്ട്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ലോണുകൾ കൊടുക്കുക, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റി അവർ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട് വോട്ട് ഫീ കൊടുക്കണം. ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ 5 ലക്ഷമാണ്. അങ്ങനെ 5 ലക്ഷം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ 5 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്, അതിന് 50 പൈസ വെച്ച് കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 5 ലക്ഷം ഹരിക്കണം 100 5000 ആണ്. അഥവാ 5 ലക്ഷത്തിൽ 5000 100 ഉണ്ട്. ആ 5000 100ന് 50 പൈസ വെച്ച് നോക്കുന്ന സമയത്ത് എന്ത് വരും? 2500 വരുന്നുണ്ട്. അപ്പോൾ 2500 ആണ് അവിടെ വോട്ട് ഫീ കൊടുക്കേണ്ടത് 5 ലക്ഷം വർക്കിംഗ് ക്യാപിറ്റൽ സൊസൈറ്റിക്ക്. ഇവിടെയും പറയുന്നുണ്ട് മാക്സിമത്തിൻ്റെയും കണക്ക്. അഥവാ ഇതിൻ്റെ മാക്സിമം വോട്ട് ഫീ എന്ന് പറയുന്നത് ഫാമിംഗ് സൊസൈറ്റിക്ക് വെറും 50,000 ഉള്ളൂ. 50,000ൻ്റെ മുകളിൽ ഇനി 1,50,000 ഇനി അതല്ലെങ്കിൽ 2 ലക്ഷം 10 ലക്ഷം എത്ര തന്നാലും വോട്ട് ഫീ നിങ്ങൾ അവിടെ അത്രയും കൊടുക്കണ്ട. അപ്പോൾ ഇവിടെ നമുക്ക് 2500 വന്നുകൊണ്ട് 2500 കൊടുക്കുക. സപ്പോസ് എങ്ങാനും ഒരു 60,000 വന്നു, 60,000 കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 50,000 കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എ ഫാമിംഗ് സൊസൈറ്റി നോട്ട് അക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ് ആൻഡ് ഗീവ്സ് ലോൺ. ഫാമിംഗ് സൊസൈറ്റി നോട്ട് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ലോണും കൊടുക്കുന്നില്ല. അങ്ങനത്തെ സൊസൈറ്റിക്ക് ഇനി എത്ര തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തുണ്ടെങ്കിലും വോട്ട് ഫീ വേണ്ട. മനസ്സിലായോ? അതിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. മുമ്പ് ഫാമിംഗ് സൊസൈറ്റി എന്താണെങ്കിലും വോട്ട് ഫീ കൊടുക്കണ്ടെന്നിരുന്നു. ഇന്ന് ലോണൊക്കെ കൊടുക്കുന്നതാണോ എന്നാൽ വോട്ട് ഫീ കൊടുക്കണം, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ട്. ഇനി അടുത്തത് നോക്കുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ഫീയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു. ഇതിനും ഇപ്പോൾ വോട്ട് ഫീ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരത്തിൻ്റെ അതേപോലെ തന്നെ എ സൊസൈറ്റി അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഗീവ്സ് ലോൺ. ലോണുകൾ കൊടുക്കുകയും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വെൽഫെയർ സൊസൈറ്റി ആണോ വോട്ട് ഫീ കൊടുക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ 4 ലക്ഷം തന്നിട്ടുണ്ട്. നമുക്ക് വോട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം 4 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്? 4000. 4000 ഇൻറ്റു 50 പൈസ 2000. 2000 ആണ് അവിടെ വോട്ട് ഫീ വന്നിട്ടുള്ളത്. ഇവിടെയും മാക്സിമം വോട്ട് ഫീൻ്റെ കണക്ക് പറയുന്നുണ്ട് 50,000. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 2000 ഉള്ളൂ. അപ്പോൾ 2000 കൊടുക്കുക. സപ്പോസ് 60,000 70,000 75,000 വന്നു, കൊടുക്കണോ? 75,000 വേണ്ട. എത്ര കൊടുത്താൽ മതി? 50,000 മാത്രം കൊടുത്താൽ മതി. ഫാമിംഗ് സൊസൈറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തൊരു വെൽഫെയർ സൊസൈറ്റിക്ക് വോട്ട് ഫീ കൊടുക്കേണ്ടതില്ല. അതേതാണ്? അവർ ഡെപ്പോസിറ്റുകളോ ലോണുകളോ ഇടപാടുകൾ നടത്തുന്നില്ല. ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക ചെയ്യുന്നില്ലെങ്കിൽ വോട്ട് ഫീ ഇല്ല. സൊസൈറ്റി നോട്ട് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് നോട്ട് ഗിവിങ് ലോൺ കൊടുക്കാത്ത, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാത്ത ഒരു സൊസൈറ്റി, ഒരു വെൽഫെയർ സൊസൈറ്റി ആണെങ്കിൽ ആ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിക്ക് വോട്ട് ഫീ കൊടുക്കണ്ട. 10ാമത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്രോസ് ഇൻകം ബേസ് ചെയ്തിട്ടാണ്. മേൽ പറയപ്പെട്ട 9 കാറ്റഗറിയിലും വരാത്തൊരു സൊസൈറ്റി ആണെങ്കിൽ ഗ്രോസ് ഇൻകം വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഗ്രോസ് ഇൻകം എന്ന് അറിയാത്തവരൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലുള്ളതൊക്കെ കൂട്ടിയാലാണ് ഈ ഗ്രോസ് ഇൻകം വരുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫീ വഴിക്കുള്ള വരവുകൾ, ഫീ ഇൻകങ്ങളൊക്കെ ഗ്രോസ് ഇൻകത്തിൽ ഉൾപ്പെടും. റെൻ്റ് ഇൻകം ഉൾപ്പെടും, കമ്മീഷൻ ഇൻകം ഉൾപ്പെടും, ഇൻട്രസ്റ്റ് വഴിക്കുള്ള വരവുകൾ ഉൾപ്പെടും, സർവീസ് ചാർജായിട്ട് കിട്ടുന്ന ഇൻകം ഉൾപ്പെടും, അതുപോലെ മറ്റു ഓപ്പറേറ്റിംഗ് ഇൻകങ്ങളൊക്കെ ഉൾപ്പെടും. ഉൾപ്പെടാത്തതോ? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റിസർവ് ഫണ്ടുകൾ ട്രാൻസ്ഫറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വരില്ല. പ്രീവിയസിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വഴി വല്ല വരവ് വന്നു, ഉൾപ്പെടില്ല. ക്യാപിറ്റൽ റെസിപ്റ്റ്സുകൾ വരില്ല.
അതുപോലെ ഫിക്സ്ഡ് അസറ്റ് സെയിൽസ് പ്രൊസീജിയറുകളൊന്നും വരില്ല. അതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അതല്ലാത്തതൊക്കെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഗ്രോസ് ഇൻകം കിട്ടും. നമുക്ക് ഈ 10ാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു സൊസൈറ്റിയുടെ എക്സാമ്പിൾ നോക്കാം. എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രോസ് ഇൻകം വെച്ചിട്ടാണ് OT ഫീ കൊടുക്കേണ്ടത്. സപ്പോസ് അവരുടെ ഫീ ഇൻകം 3 ലക്ഷമാണ്. അതുപോലെ അവരുടെ റെൻ്റൽ ഇൻകം 50,000 കമ്മീഷൻ 50,000 റിസർവ് ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് 1 ലക്ഷമാണ്. ഫിക്സ്ഡ് അസറ്റ് സെയിൽസ് പ്രൊസീഡ്സ് വരുന്നത് 2 ലക്ഷമാണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഗ്രോസ് ഇൻകത്തിൽ എന്തൊക്കെ വരും? ഫീസ് ഇൻകം വരും, അതോടൊപ്പം റെൻ്റൽ ഇൻകം വരും, പിന്നെ കമ്മീഷൻ വരും. പിന്നെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇതിൽ പറയുന്ന റിസർവ് ഫണ്ട് ട്രാൻസ്ഫർ വരുമോ? ഇല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരില്ല എന്നുള്ളത്. അതുപോലെ ഫിക്സ്ഡ് അസറ്റ് സെയിൽസ് പ്രൊസീഡ്സ് അത് വരുമോ? ഇല്ല, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും ഉൾപ്പെടില്ല എന്നുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഉൾപ്പെടുന്ന 3 ലക്ഷം അതോടൊപ്പം 50,000 കൂട്ടിയാൽ 4 ലക്ഷം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആ 4 ലക്ഷത്തിൻ്റെ OT ഫീ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സാധാരണ ചെയ്യുമ്പോൾ തന്നെ 4 ലക്ഷത്തിൽ എത്ര 100 അതേ ഇൻറ്റു 50 പൈസ 2000 വരും. 2000 അവിടെ OT ഫീ കൊടുക്കേണ്ടത്. ഇവിടെ ഈ മാക്സിമത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട് 50,000. അപ്പോൾ ഫൈനൽ OT ഫീ ആയിട്ട് അവർ അടക്കേണ്ടത് 2000 രൂപ ഫൈനൽ ഓഡിറ്റ് ആയിട്ട് അടച്ചാൽ മതി. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് OT ഫീ കൊടുക്കേണ്ടാത്ത സൊസൈറ്റികളൊന്ന് പറയാം. ഇതിൽ ചില കാര്യങ്ങൾ അഥവാ ചില സൊസൈറ്റികളുടെ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചില കണ്ടീഷൻ പറഞ്ഞ സമയത്ത് ഇന്ന കണ്ടീഷനാണെങ്കിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൊസൈറ്റിയുടെ കാര്യവും ഇവിടെ പറയും കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് OT ഫീയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സൊസൈറ്റികൾ? ഒന്നാമതായിട്ട് പറയുന്നത് മെജോറിറ്റി മെമ്പേഴ്സ് SC/ST ആയിട്ടുള്ള പ്രൈമറി സൊസൈറ്റികളാണെങ്കിൽ അവരെന്ത് ചെയ്യണ്ട? OT ഫീ കൊടുക്കേണ്ട. മെജോറിറ്റി മെമ്പേഴ്സ് SC/ST ആകുന്ന പ്രൈമറി സൊസൈറ്റി, അത് നിങ്ങൾ ഓർത്തിരിക്കണം. മറ്റൊന്ന് പറയുന്നത് SC/ST സൊസൈറ്റീസ് ആണ്. SC/ST സൊസൈറ്റീസ് അഥവാ SC/ST ആയിട്ടുള്ള അംഗങ്ങൾ മാത്രമുള്ള സൊസൈറ്റികളാണെങ്കിൽ അവരും കൊടുക്കേണ്ടതില്ല. അഥവാ ഇങ്ങനെ മാറ്റപ്പെടുക എന്ന് പറയുമ്പോൾ അവരെ സഹായിക്കുക, അഥവാ താഴെ കടയുള്ള സൊസൈറ്റികളെ ഉന്നതിയിൽ എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ OT ഫീ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരം സൊസൈറ്റികളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. മെജോറിറ്റി അംഗങ്ങൾ SC/ST ആണ്, അല്ലെങ്കിൽ SC/ST മാത്രമുള്ള സൊസൈറ്റികളാണ്, അവർ OT ഫീ കൊടുക്കേണ്ട. മനസ്സിലായി? മെജോറിറ്റി SC/ST മെമ്പേഴ്സ് ആയിട്ടുള്ളത് പ്രൈമറി ആയിരിക്കണം കേട്ടോ, അത് പ്രത്യേകം നോക്കുക. പിന്നെ പറയുന്നത് ആൾ പ്രൈമറി കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ പ്രൈമറി ആയിട്ടുള്ള കൊയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അവിടെയും നോക്കണം പ്രൈമറി ആയിട്ടുള്ള കൊയറാണ്. കയർ തൊഴിലാളി സംഘടനകളുടെ പ്രൈമറി ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൈമറി. എന്നാൽ അതിൻ്റെ അപ്പെക്സ് ആണെങ്കിൽ 50% കൊടുക്കേണ്ടത്, 50% ഓഫാണ്. പിന്നെ പറയുന്നത് ആൾ ഫാമിംഗ് സൊസൈറ്റീസ് ആണ്. ഫാമിംഗ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്പോസിറ്റോ അതല്ലെങ്കിൽ ലോണുകളോ ഇടപാടില്ലാത്ത ഫാമിംഗ് സൊസൈറ്റികളാണ്. അങ്ങനെയാണെങ്കിൽ അവരും OT ഫീ കൊടുക്കണ്ട. ഇനി അതുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ടി വരും. മറ്റൊന്ന് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ്, അതും ഇതുപോലെ തന്നെയാണ്. ഡെപ്പോസിറ്റുകൾ ലോണുകൾ ഇടപാടില്ലാത്തതായിരിക്കണം. പിന്നെ പറയുന്നത് സൊസൈറ്റി കണ്ടക്ടിങ് കൺകറൻറ്റ് ഓഡിറ്റ് അറ്റ് ദെയർ ഓൺ എക്സ്പെൻസ് ആൻഡ് പേ ഓഡിറ്റ് കോസ്റ്റ് ടു ദി ഗവൺമെൻറ്. അഥവാ കൺകറൻറ്റ് ഓഡിറ്റ് നടത്തുന്ന സൊസൈറ്റികൾ അവർ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യും? ഓഡിറ്റ് കോസ്റ്റ് ഗവൺമെൻറ്റിക്ക് അടക്കും ട്രഷറി വഴി. അതിന് ശേഷം വീണ്ടും ഒരു OT ഫീ കൊടുക്കണ്ട, കാരണം ആ OT ഫീ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഓഡിറ്റ് കോസ്റ്റ് ആവുന്നത്. പിന്നെ പറയുന്ന ആൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഇൻ ദെയർ ഫസ്റ്റ് ഇയർ അവരുടെ ആദ്യത്തെ വർഷത്തിലുള്ള ഓഡിറ്റിന് എന്ത് ചെയ്യേണ്ട? ഫീസ് കൊടുക്കേണ്ടതില്ല. പിന്നെ പറയുന്നത് സൊസൈറ്റീസ് വിത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ബിലോ 2000, 2000 കുറവുള്ള വർക്കിംഗ് ക്യാപിറ്റലുള്ള സൊസൈറ്റികളാണോ അവരും കൊടുക്കണ്ട. പിന്നെ പറയുന്നത് സൊസൈറ്റീസ് വിത്ത് സെയിൽസ് ഓർ ഗ്രോസ് ഇൻകം ബിലോ 10,000, 10,000 കുറവുള്ള സെയിൽസ് ഗ്രോസ് ഇൻകം ഇവയുള്ള സൊസൈറ്റികളാണോ അവരും OT ഫീ കൊടുക്കണ്ട. അപ്പോൾ ആ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് ആവർത്തിക്ക് നിങ്ങൾ കേൾക്കുക കേട്ടോ. SC/ST മെമ്പേഴ്സ് മാത്രമുള്ളത് ഒഴിവാക്കി, SC/STകൾ കൂടുതലുള്ള പ്രൈമറി സൊസൈറ്റി ഒഴിവാക്കി, പ്രൈമറി ആയിട്ടുള്ള കൊയറും പ്രൈമറി ആയിട്ടുള്ള ഫിഷറീസും ഒഴിവാക്കി. അതുപോലെ ഫാമിംഗ് സൊസൈറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാൻ അതുപോലെ ലോണില്ല എങ്കിൽ അവയെ ഒഴിവാക്കി. അതുപോലെ സോഷ്യൽ വെൽഫെയർ ഒഴിവാക്കി. പിന്നെ എല്ലാ സൊസൈറ്റികളുടെ ആദ്യ വർഷം കൺകറൻറ്റ് കൊടുക്കുന്ന സൊസൈറ്റികൾ, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ 2000 കുറവുള്ളത്, അതുപോലെ സെയിൽസ് ഗ്രോസ് ഇൻകം 10,000 കുറവുള്ളതാണെങ്കിൽ ആ സൊസൈറ്റികൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറയുന്ന ട്രഡീഷണൽ വർക്ക് ബേസ്ഡ് എക്സംപ്റ്റഡ് സൊസൈറ്റീസ് ആണ്. അഥവാ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റികൾ,
അവയുടെ കാര്യം നമുക്കൊന്ന് നോക്കാം. അഥവാ ഈ ട്രഡീഷണലായിട്ട് തൊഴിലടിസ്ഥാനത്തിൽ ചെയ്യുന്ന സൊസൈറ്റികൾ ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖാദി, വില്ലേജ്, ഇൻഡസ്ട്രീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അവയെ ഒഴിവാക്കിയിട്ടുണ്ടാവുക. ഇതൊക്കെ സഹായം തേടുന്ന സൊസൈറ്റികളാവുകൊണ്ടാണ് അവയൊക്കെ ഒഴിവാക്കുന്നത്. അതുപോലെ ബാബു, ഇതൊക്കെ ഒരു പാരമ്പര്യമായിട്ടുള്ള, അഥവാ നമുക്കറിയാം മുള, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുള്ള സൊസൈറ്റികൾ. ജാഗിരി, ശർക്കരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റികളാണ്. അതുപോലെ ടെഡ്ഡി ടാപ്പ് സൊസൈറ്റി, കള്ള് ചെത്തു തൊഴിലാളികളുടെ സംഘം, അവയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും OTP ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പോട്ടറി സൊസൈറ്റീസ്, അഥവാ കുടം, ചട്ടി, മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന സംഘങ്ങൾ. പിന്നുള്ളത് കാം ഷെൽ വർക്കേഴ്സ് സൊസൈറ്റി, പിന്നുള്ളത് കക്ക വർക്കേഴ്സ് സൊസൈറ്റി. ഇങ്ങനെ പാരമ്പര്യ അഥവാ ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റികളുടെ OTPയും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യമാട്ടോ. ആദ്യത്തെ 6 വർഷത്തിന് OTP ഇല്ല. മറ്റുള്ളത് ഏത് സൊസൈറ്റി ആണെങ്കിലും ആദ്യത്തെ 1 വർഷമല്ലേ. വീവേഴ്സ് ആണെങ്കിൽ ആദ്യത്തെ 6 വർഷം OTP കൊടുക്കേണ്ടതില്ല. പിന്നെ ആഫ്റ്റർ 6 ഇയേഴ്സ് ആണെങ്കിലോ OTP കൊടുക്കേണ്ടതുണ്ട്. അതും തന്നെ മാക്സിമം പറയുന്നത് 25,000 ആണ്. അതിൽ കൂടുതൽ വരികയാണെങ്കിലും 25,000 കൊടുത്താൽ മതി. സപ്പോസ് അവർ OTP കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 50,000 ആണ് എങ്കിലോ 50,000 കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? മാക്സിമത്തിൻ്റെ കണക്കുണ്ട്, 25,000 കൊടുത്താൽ മതി. പിന്നുള്ളത് 50% കട്ട് ചെയ്തിട്ടുള്ള, അഥവാ 50% മാത്രം OTP കൊടുക്കേണ്ട സൊസൈറ്റികളുടെ കാര്യമാണ് നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. ഇപ്പോൾ SC/STയുടെ അപ്പെക്സ് സൊസൈറ്റീസ്, അത് 50% ഓഫാണ്. സ്ക്വയർഫെഡിൻ്റെ അപ്പെക്സ് സൊസൈറ്റി, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനും 50% കൊടുത്താൽ മതി. പ്രൈമറി ആണെങ്കിൽ ഒന്നും കൊടുക്കണ്ട. പിന്നെ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിനും 50% OTP കട്ടുണ്ട്. പിന്നുള്ളതോ പ്രൈമറി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിനും ശ്രദ്ധിക്കേണ്ട കാര്യം ഡെപ്പോസിറ്റുകളോ ലോണുകളോ നടത്താത്തതായിരിക്കണം. അങ്ങനത്തെ വനിതാ സൊസൈറ്റികളുടെ പ്രൈമറി സൊസൈറ്റിക്ക് 50,000 എത്രയാണോ, അപ്പോൾ ഒരു ഉദാഹരണം അവർ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 1,00,000 രൂപയാണ് അവർക്ക് വന്നിട്ടുള്ളെങ്കിൽ 1,00,000 കൊടുക്കണോ? വേണ്ട. എത്ര കൊടുത്താൽ മതി? 50,000 കൊടുത്താൽ മതി. 2,00,000 വന്നാൽ 1,00,000 കൊടുത്താൽ മതി. 5,00,000 വന്നാൽ 2,50,000 കൊടുത്താൽ മതി. അതോ നേർപകുതി ആയിരിക്കും എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞു വെച്ച 10ലധികം കാറ്റഗറിയിൽ ചിലതിന് 1,00,000 മാക്സിമം OTP, ചിലതിന് 50,000, ചിലതിന് 25,000 മാക്സിമം, ചിലതിന് 10,000 മാക്സിമം OTP. ഇങ്ങനെ പറഞ്ഞപ്പോൾ പരത്തി പറഞ്ഞേക്കായിരുന്നു. ഇനി നമുക്ക് ഏതൊക്കെയാണ് 1,00,000 കാറ്റഗറിയിൽ വരുന്നത്, ഏതൊക്കെയാണ് 50,000, ഏതിനൊക്കെ 25,000, ഏതൊക്കെ 10,000, ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുക. അതൊന്നുകൂടി നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലാക്കാനാണ്. ഒന്നാമത് പറഞ്ഞ കാറ്റഗറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരുന്നു അല്ലേ. ആ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ എല്ലാ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും, അഥവാ PCR, ഡെബി, ഹൗസിംഗ് മോർഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ് അല്ലാത്തതെല്ലാം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് OTP കൊടുക്കുന്നത്. അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ 10 കോടിക്ക് മുകളിലാണെങ്കിൽ എത്ര തന്നെ OTP വന്നാലും 1,00,000 കൊടുത്താൽ മതി. അതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് PCR, ഡെബി, ഹൗസ് മോർഗേജ് ബാങ്ക്, ഹൗസിംഗ് സൊസൈറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലോൺ ഇഷ്യൂ ചെയ്തതും ലോൺ റിക്കവേർഡ് ആയതും തമ്മിൽ കൂട്ടി ആ എമൗണ്ട് 10 കോടിക്ക് മുകളിലാണെങ്കിൽ അതിൻ്റെ OTP എത്ര തന്നെ വന്നാലും 1,00,000 കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞിട്ടുള്ളത് കോമ്പോസിറ്റ് സൊസൈറ്റീസ് ആണ്. ഏതാണ് ഈ കോമ്പോസിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്? ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന സൊസൈറ്റീസാണ് കോമ്പോസിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ സെയിൽസ് ആണോ അതല്ല വർക്കിംഗ് ക്യാപിറ്റലാണോ കൂടുതലെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് OTP കൊടുക്കുക. ഏതാണോ കൂടുതൽ അതെടുക്കും. അത് ഇതുപോലെ 10 കോടിക്ക് മുകളിലാണെങ്കിൽ അവിടെയും 1,00,000 കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു. ട്രേഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അഥവാ ഗുഡ്സ് ട്രേഡിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അത് സെയിൽസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് 10 കോടിക്ക് മുകളിലാണെങ്കിൽ അതും 1,00,000 രൂപയാണ് അവർക്ക് മാക്സിമം OTP കൊടുക്കേണ്ടത്. 10 കോടിക്ക് മുകളിൽ അതിന് സെയിൽസ് ഉണ്ട്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ OTP കൊടുക്കേണ്ടത് 5,00,000 5,00,000 കൊടുക്കേണ്ട, 1,00,000 കൊടുത്താൽ മതി. അതാണ് ഒന്നാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഈ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് കൂടുതൽ വരുന്നത്. ഈ പറഞ്ഞതെല്ലാം 10 കോടിക്ക് താഴെയാണെങ്കിൽ അത് വരുന്നത് ഈ 50,000 കാറ്റഗറിയിലാണ്. മോൾ പറഞ്ഞതെല്ലാം 10 കോടിക്ക് താഴെയാണെങ്കിൽ അത് 50,000ൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അത് മറന്നു പോകരുത്. പിന്നുള്ളത് 25,000ൻ്റെയാണ്. 25,000ൻ്റെ വരുന്നത് ഒന്ന് പറയുന്നത് വീവേഴ്സാണ്. വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആദ്യത്തെ 6 വർഷം OTP കൊടുക്കേണ്ടതില്ല എന്ന് നമ്മൾ പഠിച്ചു. 6 വർഷത്തിന് ശേഷം വരുന്ന OTP അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 25,000 ആണ്. അതിപ്പോൾ ഇനി
കൊടുക്കേണ്ട ഔട്ട് ഫീ എന്ന് പറയുന്നത് 1 ലക്ഷമാണ്, 2 ലക്ഷമാണ്, 3 ലക്ഷമാണ്, 4 ലക്ഷമാണ്, എത്ര തന്നെയാണെങ്കിലും 25,000 മാക്സിമം കൊടുത്താൽ മതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മാക്സിമം ഔട്ട് ഫീ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 25,000 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തിൻ്റെ പുറത്താണ് ഔട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ടിക്കറ്റ് ചാർജുകൾ, സ്ക്രാപ്പ് സെയിൽസുകൾ, ഹയർ ചാർജ്, ടിക്കറ്റ് ചാർജ് ഏതോട്ടെ, അതിൻ്റെ പുറമെ സ്ക്രാപ്പ് സെയിൽ കൂടി കൂട്ടി കിട്ടിയ ആ എമൗണ്ടിൻ്റെ പുറത്താണ് ഒരു ഔട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ ഔട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എത്ര വന്നു? 25,000 പുറത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെത്ര കൊടുത്താൽ മതി? 25,000 മാത്രം കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് 50% ഔട്ട് ഫീ ഡിസ്കൗണ്ട് ഉള്ള സൊസൈറ്റീസാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട് ഫീ എത്ര തന്നെ ഇനി ആയാലും 25,000 കൊടുത്താൽ മതി. മനസ്സിലായോ? പിന്നുള്ളത് 10,000 കാറ്റഗറിയിൽ വരുന്നതാണ്. 10,000 കാറ്റഗറിയിൽ പ്രൈമറി കൺസ്യൂമർ സ്റ്റോറുകൾ സെയിൽസിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഔട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവരുടെ മാക്സിമം ഔട്ട് ഫീ എന്ന് പറയുന്നത് 10,000 ആണ്. വനിത, അവർ ഡെപ്പോസിറ്റുകളോ ലോണുകളോ ഒന്നും കൊടുക്കാത്ത വനിതാ സൊസൈറ്റീസ് ആണെങ്കിൽ അത് പ്രൈമറി ട്ടോ, അവരും മാക്സിമം ഔട്ട് ഫീ എന്ന് പറയുന്നത് അവർക്ക് 10,000 ആണ്. ഇനി മറ്റൊരു കാര്യമാണ് പറയുന്നത്, നമ്മൾ സ്പെഷ്യൽ ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ട കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. DCA can appointment a separate auditor for one or more societies. DCAക്ക് ഒരു സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്നിലധികം സൊസൈറ്റിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം. അതിന് കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഏതർ ഓഫ് ദി ഫോളോയിങ് മസ്റ്റ് ബി മോർ ദാൻ 25 lakhs. അഥവാ താഴെ പറയുന്ന ഏതെങ്കിലും ഒന്ന് 25 ലക്ഷത്തിൽ മുകളിലുണ്ടായിരിക്കണം. ഏതൊക്കെയാണത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽസ്. ഇതിലേതെങ്കിലും ഒന്ന് 25 ലക്ഷത്തിൽ മുകളിലായാൽ മാത്രമേ ഒരു സ്പെഷ്യൽ ഓഡിറ്ററെ DCAക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ 30 ലക്ഷം, സെയിൽസ് 20 ലക്ഷമാണ്. നമുക്കറിയാം 25 ലക്ഷമെങ്കിലും വേണം താഴെ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞു. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 30 ലക്ഷം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്പെഷ്യൽ ഓഡിറ്ററെ വെക്കാവുന്നതാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 10ഓളം കാറ്റഗറി പഠിച്ചു ഔട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്ന. ഇനിയിപ്പോൾ ഒരു സൊസൈറ്റി ഏതിലാണെന്ന് അറിയില്ല എങ്കിൽ ഡൗട്ട് വരികയാണെങ്കിൽ DCAക്കാണ് അവിടെ ഫൈനൽ ഡിസിഷൻ കൊടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ആ DCA തീരുമാനിക്കും ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ DCA തീരുമാനിക്കും. DCAയുടെ തീരുമാനമാണ് അന്തിമ തീരുമാനമായിട്ട് വരുന്നത്.